എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. 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 യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. 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 വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടുക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. യേശു കർത്താവ് പത്രോസിനെയും അന്ത്രയോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിളിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മളിവിടെ കണ്ടത്. എനിക്കതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നിയത്, യേശു ഇവരെയൊക്കെ വിളിക്കുമ്പോൾ ഇവരാരും ഉറങ്ങുന്നവരായിട്ടോ മയങ്ങുന്നവരായിട്ടോ വെറുതെ ഇരിക്കുന്നവരായിട്ടോ ഒന്നും കണ്ടില്ല. അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടവരായിരിക്കും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവർ, എന്നിട്ടും വല വീശുന്നവർ, വല കഴുകുന്നവർ, നാളേക്ക് വേണ്ടി വല നന്നാക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് ഒരു ലക്ഷ്യമുള്ളവർ, ജീവിതത്തിനകത്ത് ഒരു പരിശ്രമമുള്ളവർ, ജീവിതത്തിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ളവർ, അവരെ നോക്കിയാണ് കർത്താവ് വിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം വെറുതെ കളയരുത്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വല്ലാതെ തളർന്നും ക്ഷീണിച്ചൊക്കെ പോവുമായിരിക്കും. പക്ഷേ അതിന് നിങ്ങൾ അനുവാദം കൊടുക്കരുത്. നിങ്ങളോട് തന്നെ പറയണം, ഇങ്ങനെ തുടരാനുള്ളവനല്ലല്ലോ ഞാൻ, പരാജയപ്പെട്ട് കിടക്കാനുള്ളവനല്ലല്ലോ ഞാൻ, ചാടി എഴുന്നേൽക്കണം. ചില സമയത്തൊക്കെ നിരാശകൾ ബാധിച്ച് ടെൻഷൻ വന്ന് എല്ലാം വേണ്ടെന്ന് നിങ്ങൾ വെക്കുമായിരിക്കാം. പക്ഷെ അവിടെ കർത്താവിൻ്റെ ഒരു ഇടപെടൽ ചിലപ്പം കാണും. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു പരിശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ഇന്നത്തെ ഈ വചനത്തിൽ പറഞ്ഞ് തന്നെ ഞങ്ങൾ എഴുതിയ വാക്കിതാണ്, അധ്വാനിക്കുന്നവരുടെ കൂടെ കർത്താവുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു കേട്ടില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവർ എൻ്റെ അടുക്ക് വാ. സ്തോത്രം. വെറുതെ ഇരിക്കുന്നവർ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ടില്ല. വരിക. നഥനയേല് വരുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അത്തിയുടെ കീഴിരിക്കുമ്പോൾ തന്നെ കണ്ടു. ആരും അറിയാതെ അവന് പ്രാർത്ഥിക്കാൻ കയറിയതാ. വെറുതെയുള്ള സമയത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ കയറി. യേശുവിൻ്റെ നാമത്തിൽ സമയങ്ങളെ വൃഥാ കളയുന്ന ആ ജീവിത ശൈലിയിൽ നിന്ന് വ്യക്തികൾ പുറത്തു വരട്ടെ. വല വീശുന്നവരെ കണ്ടു, വല നന്നാക്കുന്നവരെ കണ്ടു, വല കഴുകുന്നവരെ കണ്ടു, പ്രാർത്ഥിക്കുന്നവരെ കണ്ടു. ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നവൻ നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ സക്സസ് ആയിട്ടില്ലായിരിക്കും, എങ്കിലും സക്സസ് ആകാൻ വേണ്ടി ഒരു എഫേർട്ട് നിങ്ങൾക്കുണ്ടോ? കർത്താവ് നിങ്ങളെ കാണും. വെറുതെ ഇരിക്കരുത്, അധ്വാനിച്ചുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾക്ക് ഇന്ന് ഞാനിത് പറയുമ്പം പലതും ചെയ്ത് ഒരു പ്രയോജനമില്ലാത്ത ചിലരുണ്ട്. മാറി മാറി പല കാര്യങ്ങൾ ചെയ്തും രക്ഷപ്പെടാത്ത പലരുമുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു,
നിങ്ങളുടെ ലൈഫിൽ ഗതി പിടിക്കുന്ന സക്സസ് ആകുന്ന ചിലത് ഈ ദിനങ്ങൾ ദൈവം തുറന്നു തരും. ആമേൻ. ഒത്തിരി പഠിച്ചിട്ടും ആ പഠനത്തിനൊത്ത ഒരു ജോലി ലഭിക്കാത്ത ചിലർ ഇത് കേൾക്കുന്നു. കർത്താവ് അപ്പോൾ തന്നെ പറയുന്നു, എടുത്ത വർക്ക് ചെയ്ത അല്ലെങ്കിൽ അധ്വാനിച്ച അതിനകത്തല്ല നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ എന്തിനു വേണ്ടി ഇന്നലെ പഠിച്ചു അതിലേക്ക് ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഉറപ്പാണ് ഈ ദൈവശബ്ദം. യെസ്, കർത്താവ് കണ്ടു, കർത്താവ് കണ്ടു. ഹല്ലേലൂയ, കർത്താവ് കണ്ടു. നിങ്ങളെ കർത്താവ് കാണുകയാണ്. ഒത്തിരി പഠിച്ചിട്ടും തലയ്ക്കകത്ത് നിൽക്കുന്നില്ല, എന്നിട്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല, എന്നിട്ടും വായിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. യെസ്, അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുന്നൊരു ദൈവം. ഈ ദിനങ്ങളിൽ ആ പത്രോസിൻ്റെ ലൈഫിൽ കർത്താവ് എന്താ ചെയ്തേ? അവൻ്റെ പടകും അവൻ്റെ കൂടെയുള്ളവരുടെ പടകും നിറച്ച് അവനെ അത്ഭുതമാക്കി മാറ്റി. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് റിസൾട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശ്രമിക്കുന്നവരാക്കി മാറ്റണമേ. എല്ലാ മടുപ്പുകൾ ഈ ജനത്തെ വിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ നിരാശയുടെ വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പ്രത്യാശകൾ ഉണ്ടാവട്ടെ. കർത്താവ് അധ്വാനിപ്പാനുള്ളൊരു ബലം അവർക്കുണ്ടാവട്ടെ. പരിശ്രമിക്കാൻ, പരിശുദ്ധാത്മാവിൽ പരിശ്രമിക്കാനുള്ള ശക്തി അവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, എല്ലാം പൂർത്തീകരിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന ദിവസം അവർക്ക് ഒരു പൂർത്തീകരണത്തിൻ്റെ ദിവസമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തിനൊത്ത ഒരു റിസൾട്ട് കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വഴികൾ തുറക്കട്ടെ. വിശേഷാൽ ചില വിദേശ രാജ്യങ്ങളിൽ കർത്താവെ ഇങ്ങനെ ട്രാപ്പായതുപോലെ നിൽക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ. ചിലർ ചതിച്ച് അവരുടെ ജോലികളും അവരുടെ പ്രൊമോഷനുകളൊക്കെ ബ്ലോക്കാക്കി വെച്ചെന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിക്കുന്നു. ആമേൻ. ചിലരെ വിശ്വസിച്ച് യാത്ര ചെയ്തിട്ട് ആമേൻ അവിടെ നിന്ന് തിക്ത അനുഭവങ്ങളുണ്ടായി സ്റ്റക്കായി നിൽക്കുന്നവർ അത്ഭുതമായി തീരട്ടെ. ഇവരുടെ പരിശ്രമങ്ങൾ ഫലവത്തായി മാറട്ടെ. കർത്താവേ, ഇവരുടെ അധ്വാനങ്ങൾ ഫലവത്തായി മാറട്ടെ. ആമേൻ. ഇവർ ചെയ്യുന്ന ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾക്ക് വേണ്ടി കർത്താവേ നല്ലൊരു വഴി തുറക്കണം. ഉള്ള സമ്പത്തുകളൊക്കെ മുടക്കി പഠിപ്പിച്ചിട്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ അലസരായി പോയ ചില കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ തട്ടി എഴുന്നേൽപ്പിക്കണമേ. അത്ഭുതങ്ങൾ ദൈവം ചെയ്തതിനായി സ്തോത്രം. ഈ മാതാവിൻ്റെ കണ്ണുനീർ, ഈ പിതാവിൻ്റെ കണ്ണുനീർ കർത്താവ് കാണണമേ. അവർ മടുത്തിരിക്കുന്നല്ലോ, ശക്തീകരിക്കണമേ. ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഡിവൈൻ ഹെൽത്തും ഡിവൈൻ എൻകറേജും ഡിവൈൻ പ്രോസ്പറും ഇവരുടെ മേലുണ്ടാകട്ടെ. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് കൂടെയുണ്ട്. മടി എല്ലാം മാറ്റുക. കർത്താവ് കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.